പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തെ എതിർത്തതിന് അറസ്റ്റിലായ യൂട്യൂബർ ഷർമിഷ്ഠ പനോലിയുടെ ഇടക്കാല ജാമ്യം തള്ളി. കൊൽക്കത്ത ഹൈക്കോടതിയാണ് ജാമ്യം തള്ളിയത്. ഷർമിഷ്ഠയെ ഭീകരവാദിയെപ്പോലെയാണ് ബംഗാൾ പോലീസ് കൈകാര്യം ചെയ്യുന്നതെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. അതേസമയം ഷർമിഷ്ഠയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാണ്. ഇസ്ലാമിക ഭീകരവാദത്തെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത നിയമ വിദ്യാർത്ഥി ഷർമിഷ്ഠ പനോലിയുടെ ഇടക്കാല ജാമ്യാപേക്ഷ കൊൽക്കത്ത ഹൈക്കോടതി തള്ളി. എന്നാൽ ഭീകരവാദിയെപ്പോലെയാണ് ഷർമിഷ്ഠയെ ബംഗാൾ പോലീസ് കൈകാര്യം ചെയ്യുന്നതെന്നും വീഡിയോയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ കോടതി തയ്യാറാകണമെന്നും ഷർമിഷ്ഠയുടെ അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് കേസ് ഡയറി അവധിക്കാല ബെഞ്ചിന് മുൻപിൽ സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ബോളിവുഡ് താരങ്ങൾ നിശബ്ദത പാലിക്കുകയാണെന്നും സ്വർഗത്തിൽ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അക്രമം നടത്തുന്നവരാണ് ഇസ്ലാമിക ഭീകരർ തുടങ്ങിയ പ്രതികരണങ്ങളാണ് ഷർമിഷ്ഠ പനോലി വീഡിയോയിൽ നടത്തിയത്. വീഡിയോ വിവാദമായതോടെ പിന്നീട് നീക്കം ചെയ്യുകയും ഷർമിഷ്ഠ മാപ്പ് പറയുകയും ചെയ്തു. എന്നാൽ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത ബംഗാൾ പോലീസ് ഗുരുഗ്രാമിൽ നിന്ന് ഷർമിഷ്ഠയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഷർമിഷ്ഠ ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും അപകീർത്തിപ്പെടുത്തിയെന്നും മതവികാരം വ്രണപ്പെടുത്തിയെന്നും ബംഗാൾ പോലീസ് എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഷർമിഷ്ഠയെ മോചിപ്പിക്കണമെന്നും ഇസ്ലാമിക ഭീകരവാദത്തെ എതിർക്കണമെന്നും കങ്കണ റണൌത്ത് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. അതേസമയം ഷർമിഷ്ഠയ്ക്കെതിരെ പരാതി നൽകിയ വജാഹത്ത് ഖാൻ എന്നയാളെ കാണാനില്ല എന്നും റിപ്പോർട്ടുണ്ട്. ഇയാൾ മുൻപ് ഹിന്ദുക്കളെയും ദേവതകളെയും അപകീർത്തിപ്പെടുത്തിയ പരാമർശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ജനം, ഡൽഹി.